BJP തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മിന്നുന്ന ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2025 ഒരു ഇലക്ഷൻ എങ്ങനെ നേരിടണമെന്നും കൃത്യമായ ക്യാമ്പയിനിങ് എങ്ങനെ നടത്തണമെന്നും മോഡേൺ ടെക്നോളജീസിന്റെ സോഷ്യൽ മീഡിയയുടെയൊക്കെ എങ്ങനെ പ്രയോജനം ഇലക്ഷനിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ട്രിവാൻഡ്രത്തെ ഈ വർഷത്തെ BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ് ടീം നടത്തിയത്. ഹാറ്റ്സ് ഓഫ് ടു ദെയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം. നമ്മളൊരു ദിവസം എത്ര കാണണ്ട എന്ന് വിചാരിച്ചാലും എത്ര തവണ ഹൈഡ് ചെയ്താലും രാജീവ് ചന്ദ്രശേഖരന്റെയോ BJPയുടെ ഒരു പോസ്റ്റ് കാണാതെ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അത്ര സ്ട്രോങ് ആയിട്ടായിരുന്നു അവരുടെ ഡിജിറ്റൽ ക്യാമ്പയിനിങ് നടത്തിയിരുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വൺസ് ബിഹൈൻഡ് ദിസ് ക്യാമ്പയിനിങ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു കോർപ്പറേറ്റ് മുതലാളി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, BJPയുടെ തലപ്പത്തിരുത്തുന്നു, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു. Why? The answer is so simple. മോദിജിയുടെ കട്ടച്ചങ്ക് അദാനിയുടെ 2 ഹ്യൂജ് ബിസിനസ്സുകൾ റൺ ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം എയർപോർട്ട് ആൻഡ് വിഴിഞ്ഞം സീപോർട്ട്. സോ മോദിജി, രാജീവ് ചന്ദ്രശേഖർ ആൻഡ് അദാനി, there is a common link in between these three. നമുക്കറിയാം അദാനി ബിസിനസ് റൺ ചെയ്യുന്ന ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്ന് കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. അത് ലാൻഡ് സ്കാംസ് ആണ്, ഭൂമി കുംഭകോണങ്ങളാണ്. ആൻഡ് നൗ രാജീവ് ചന്ദ്രശേഖർ ആൻഡ് ഭൂമി കുംഭകോണം, ദാറ്റ് ഈസ് എ കോമൺ ടേം. കർണാടകയിൽ 500 കോടി രൂപയുടെ ഒരു ഭൂമി കുംഭകോണത്തിന്റെ ഇഷ്യൂ റീസെന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവരുടെ ഒരു നെക്സ്റ്റ് ടാർഗറ്റായി മാറുമോ തിരുവനന്തപുരം എന്ന് നമ്മൾ ഭയക്കേണ്ടതായിരിക്കുന്നു. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ടിനോട് അധികം ദൂരമല്ലാതെ സ്ഥിതി ചെയ്യുന്ന നിരാമയ ലക്ഷറി പ്രൈവറ്റ് റിസോർട്ട് ഓൺ ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. സോ ഭരണത്തെക്കാൾ ജനസേവനത്തെക്കാൾ പൊളിറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനേയും കാൾ ഈസ് ഇറ്റ് സംതിങ് ഹാപ്പനിങ് ഫിഷി ഇൻ ട്രിവാൻഡ്രം. പിന്നെ വാഗ്ദാനങ്ങൾ മാറാത്ത എന്തൊക്കെയോ ഇനി മാറുമത്രേ. ട്രിവാൻഡ്രത്തെ ഒരു വലിയ വികസിത നഗരമാക്കും, റോഡുകളിലെ കുഴികൾ അടയ്ക്കും, പേപ്പട്ടിയെ തുരത്തും. ഈ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചു കാലം മുമ്പ് കേട്ട ചില വാഗ്ദാനങ്ങൾ ഓർമ്മ വരുന്നു. 50 രൂപയ്ക്ക് പെട്രോൾ, 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ട്, ഇതല്ലേ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വാഗ്ദാനം, ട്രിവാൻഡ്രത്തെ ഇന്ത്യയിലെ ഒരു വലിയ IT ഹബ്ബാക്കി മാറ്റുമത്രേ. BJP ഭരിക്കുന്ന ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു നഗരത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് എല്ലാവരും കാണിക്കുന്നത് ഇൻഡോർ ആണ്. ശരിയാണ്, ഇൻഡോറിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, റോഡ്സ്, ടെക്നോളജീസ്, എവറിത്തിങ് ഈസ് വെൽ ഡെവലപ്ഡ്. പക്ഷേ ഇൻഡോർ ഈസ് സ്റ്റിൽ ആൻ എമർജിംഗ് IT ഹബ്. ഏഷ്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് വന്നത് തിരുവനന്തപുരത്താണ്. അത് BJP ജയിച്ചിട്ടല്ല.